ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയും സച്ചിയുമാണ്. സച്ചി ചെയ്ത ഓരോരോ കാര്യങ്ങളായിട്ട് എണ്ണി എണ്ണി പറയുകയാണ് അർച്ചന. അന്ന് എൻ്റെ കുഞ്ഞ് ഇവിടെ ശ്വാസം പോലും കിട്ടാതെ പനി പിടിച്ച് കിടന്നപ്പോഴും നിങ്ങൾ അവളുടെ അടുത്തായിരുന്നില്ലേ? കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും നിങ്ങൾ വന്നില്ലായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇപ്പോഴും എൻ്റെ കണ്ണിൽ തന്നെ മറയാതെ നിൽപ്പുണ്ട്. സ്വന്തം കുഞ്ഞ് ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുമ്പോൾ കാമുകയെ ചേർത്ത് പിടിച്ച് കയറി പോകാനായിട്ട് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. നിങ്ങളൊരു അച്ഛനാണോ നല്ലൊരു ഭർത്താവാണോ എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ, എടോ താനിപ്പോൾ കേൾക്കാനുള്ള മനസ്സ് മാത്രം കാണിച്ചാൽ മതിയെന്നും തന്നോടെല്ലാം തുറന്നു പറയാൻ ഞാൻ ഒരുക്കമാണെന്നും സച്ചി പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ അവിടെയുള്ള സാധനങ്ങളെല്ലാം നിലത്തേക്ക് വലിച്ചെറിയുന്നതാണ് കാണിക്കുന്നത്. താൻ കരുതുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല നടന്നത്, ഞാൻ തന്നോട് എല്ലാം പറയാമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, മര്യാദയ്ക്ക് നിങ്ങളെ മുറിയിൽ നിന്നും പുറത്തു പോകുന്നതായിരിക്കും നല്ലത്. എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനായി ഒട്ടും ആഗ്രഹമില്ല താനും. തുടർന്ന് സച്ചിയോട് മുറിക്ക് പുറത്തു പോകാനായി പറയുകയാണ് അർച്ചന. അർച്ചനയുടെ സംസാരമെല്ലാം കേട്ട് ഞെട്ടലോടെ ആകെ തകർന്നു നിൽക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദിനെയാണ്. ഗോവിന്ദ് ലച്ചുവിനെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ലച്ചു വീണ്ടും സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും സച്ചി കോൾ എടുക്കുന്നില്ല. കുഴപ്പമില്ലടോ, നമുക്കിനി അസുഖമൊക്കെ മാറിയിട്ട് സച്ചിയെ വന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ഗോവിന്ദ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. ഇനി മുതൽ സച്ചിയും അർച്ചനയും ഒന്നല്ലെന്നും ഒരു ഭാര്യ എന്നുള്ള ഒരവകാശവും ഞാൻ നിങ്ങൾക്ക് തരില്ലെന്നും അർച്ചന തീർത്ത് പറയുകയാണ്. തുടർന്ന് ലച്ചുവിൻ്റെയും സച്ചിയുടെയും ഫോണിലെ വീഡിയോ കാണിച്ചു കൊടുത്തതിന് ശേഷം അർച്ചന പറയുകയാണ്, ഇതോടുകൂടി നമ്മുടെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ മുറിയിൽ നിന്നും പുറത്തു പോയില്ലെങ്കിൽ ഇത് ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും കാണിക്കുകയും ചെയ്യും. എനിക്കിനി നിങ്ങളെ കാണണ്ട. തമ്മിലുള്ള പ്രശ്നം ഈ മുറിക്ക് പുറത്തു പോകാനും പാടില്ല. മര്യാദയ്ക്ക് നിങ്ങൾ പുറത്തിറങ്ങി പോകാനായി വീണ്ടും അർച്ചന പറയുമ്പോൾ സച്ചി വിഷമത്തോടെ മുറിയുടെ പുറത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അതേസമയം സച്ചിയുടെ ഫോണിലേക്ക് ലച്ചുവിൻ്റെ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. നിങ്ങൾ അവളെ വിളിച്ച് ചോദിക്കുക എങ്ങോട്ടേക്കാണ് വരേണ്ടതെന്ന്, എന്നിട്ട് നിങ്ങൾ എങ്ങോട്ടേന്ന് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് അർച്ചന ദേഷ്യത്തോടെ കട്ടിലേക്ക് ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മുറിക്ക് പുറത്തേക്ക് പോകുന്ന സച്ചി ലച്ചുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നതാണ്. എന്നാൽ ഫോൺ ഇതിനോടകം തന്നെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് വിഷമത്തോടെ ഇരിക്കുന്ന സച്ചിയാണ്. ഇനി എന്താണെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ലച്ചു നേരിട്ട് തന്നെ വന്ന് അർച്ചനയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണം. എന്നാൽ ഇതൊക്കെ അറിയിക്കാമെന്ന് കരുതിയാൽ അവളുടെ ഫോൺ സ്വിച്ച് ഓഫുമാണല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഓർത്തിരിക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. അതേസമയം അർച്ചന മുറിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ആത്മഹത്യക്കുറിപ്പ് എഴുതുകയായിരുന്നു. ഇനിയും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ലെന്നും അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നുമായിരുന്നു. എൻ്റെ ആത്മഹത്യക്ക് ഞാൻ മാത്രമാണ് ഉത്തരവാദിയെന്നും എൻ്റെ കുഞ്ഞിനെയും ഞാൻ കൂടെ കൊണ്ടുപോവുകയാണെന്നും അവൾ മറ്റുള്ളവർക്കൊരു ഭാരമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആത്മഹത്യ ഒരിക്കലും ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ എന്നെക്കൊണ്ട് ഇതിന് മാത്രമേ സാധിക്കൂ. തുടർന്ന് കുഞ്ഞ് കരയുമ്പോൾ അർച്ചന കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതേസമയമാണ് സച്ചി മുറിയിലേക്ക് ചെല്ലുന്നത്. ഇനിയും കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ലെന്നും ഇപ്പോൾ തന്നെ തുറന്നു പറയണമെന്നും സച്ചി മനസ്സിൽ പറയുന്നു. അങ്ങനെ സച്ചി മുറിയിലേക്ക് കയറുമ്പോഴാണ് അർച്ചനയുടെ ആത്മഹത്യക്കുറിപ്പ് ശ്രദ്ധിക്കുന്നത്. അത് വായിക്കുന്ന സച്ചി ദേഷ്യത്തോടെ അർച്ചനയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നതാണ് കാണിക്കുന്നത്. നിനക്ക് എൻ്റെ കൂടെയുള്ള ജീവിതം മടുത്തല്ലേ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും എന്നെ പറയണം, നീയെ എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യുമെന്ന് പറഞ്ഞ് സച്ചി ദേഷ്യത്തോടെ അർച്ചനയോട് സംസാരിക്കുമ്പോൾ ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും ഓടിക്കൂടുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.